എക്സാം അടുക്കും തോറും നമ്മൾ ടെൻഷൻ അടിക്കുകയാണ് അല്ലേ, ഈ വലിയ ചാപ്റ്റേഴ്സൊക്കെ എങ്ങനെയാണ് പഠിച്ച് തീർക്കുക എന്നുള്ളത്. ഇനിയിപ്പോൾ എത്ര വലിയ ചാപ്റ്റേഴ്സ് ആണെങ്കിലും എത്ര വലിയ ടോപ്പിക്സ് ആണെങ്കിലും സിമ്പിളായിട്ട് മൈൻഡ് മാപ്പ് ഉപയോഗിച്ച് പഠിക്കാൻ പറ്റും. ഈ ഒരു വലിയ ചാപ്റ്ററിനെ ഒറ്റൊരു പിക്ചറിലാക്കി മാറ്റുന്നതിനെയാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിക്കാനുള്ള ഒരു വലിയ ചാപ്റ്റർ എന്ത് ചെയ്യാം, എടുക്കാം. എന്നിട്ട് അത് ജസ്റ്റ് ഒരു വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ടോപ്പിക്സിൻ്റെ അടിയിൽ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യാം. ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. വൈറ്റ് പേപ്പറിൻ്റെ സെൻറ്ററിലായിട്ട് നിങ്ങൾ ആ പഠിക്കുന്ന ചാപ്റ്ററിൻ്റെ പേര് എഴുതുക. എന്നിട്ട് നമ്മൾ നേരത്തെ അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ പ്രധാന ടോപ്പിക്സുകളില്ലേ അതൊക്കെ എന്ത് ചെയ്യുക, ബ്രാഞ്ചസ് ആക്കി എഴുതുക. മാക്സിമം 4-5 ബ്രാഞ്ചസ് ആക്കി മാത്രം എഴുതാം. ഈ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട ടോപ്പിക്സിൽ വരുന്ന പോയിന്റ്സ് എന്ത് ചെയ്യുക, അതും ഇതുപോലെ ചെറിയ സബ് ബ്രാഞ്ചസ് ആക്കി എന്ത് ചെയ്യാം, എഴുതുക. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, വലിയൊരു ചാപ്റ്ററിനെയാണ് നമ്മൾ ഇതുപോലെ ബ്രാഞ്ചസ് ആക്കി ചെറിയ ഒറ്റൊരു പേപ്പറിൽ ഒതുക്കുന്നത് നോക്കണം. എഴുതുമ്പോൾ നീറ്റ് ആൻഡ് ക്ലിയർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഓരോ ബ്രാഞ്ചസ് എഴുതുമ്പോഴും അതിൻ്റെ ടോപ്പിക്സ് എഴുതുമ്പോൾ എന്ത് ചെയ്യാം, ഓരോ കളേഴ്സ് യൂസ് ചെയ്ത് എഴുതാൻ നോക്കുക. മെയിൻ ബ്രാഞ്ചസിന്റെ ടോപ്പിക്സ് എന്ത് ചെയ്യുക, അത്യാവശ്യം വലിപ്പത്തിൽ ഹൈലൈറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, ചെയ്യാൻ നോക്കുക. ബ്രാഞ്ചസിന്റെ കീഴിൽ വരുന്ന ടോപ്പിക്സ് ഒരിക്കലും വായി വലിച്ച് എഴുതാൻ നോക്കരുത്. മാക്സിമം ബുള്ളറ്റ് പോയിന്റ് ആക്കി എഴുതാൻ ശ്രമിക്കുക. അതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാക്കാൻ കഴിയും.